ടെക് ലോകത്ത് നിന്നുള്ള വാർത്തകൾ. രാജ്യത്ത് ഡിസംബർ മാസത്തെ ടെലികോം വരിക്കാരുടെ ഡാറ്റ പ്രസിദ്ധീകരിച്ച് ട്രായ്. 465.1 ദശലക്ഷം വരിക്കാരുമായി ജിയോ ആധിപത്യം നിലനിർത്തി. BSNLന് 0.34 ദശലക്ഷം വരിക്കാരെ നഷ്ടമായതായും റിപ്പോർട്ട്. വിവിധ ടെലികോം കമ്പനികളിലേക്ക് വന്ന പുതിയതും കമ്പനിയിൽ നിന്ന് പോയവരുടേതും ഉൾപ്പെടെയുള്ള കണക്കുകൾ റിപ്പോർട്ടിൽ വിശദമാക്കുന്നുണ്ട്. വരിക്കാരുടെ എണ്ണത്തിൽ മുന്നിൽ തന്നെയുള്ള ജിയോയ്ക്ക് 1.21 ദശലക്ഷം പുതിയ വരിക്കാരെ ചേർക്കാനായത് നേട്ടമായി. എന്നാൽ 0.34 ലക്ഷം വരിക്കാരെ നഷ്ടമായ BSNLന് വൻ തിരിച്ചടി നേരിട്ടു. താരിഫ് വർധനവിന് ശേഷം ആദ്യമായാണ് BSNLന് ഇത്രയും വരിക്കാരെ ഒരു മാസത്തിൽ നഷ്ടമാകുന്നത്. അതേസമയം ജിയോയ്ക്കൊപ്പം എയർടെല്ലിനും വരിക്കാരുടെ എണ്ണം കൂട്ടാൻ കഴിഞ്ഞിട്ടുണ്ട്. 1 ദശലക്ഷം പുതിയ വരിക്കാരെയാണ് എയർടെല്ലിന് നേടാനായത്. ജിയോയുടെയും എയർടെല്ലിന്റെയും വരിക്കാരുടെ എണ്ണം ഇപ്പോൾ യഥാക്രമം 465.1 ദശലക്ഷവും 385.3 ദശലക്ഷവുമാണ്. നവംബറിൽ ഇത് 461.2 ദശലക്ഷവും 384.2 ദശലക്ഷവുമായിരുന്നു. എയർടെല്ലും ജിയോയും നില മെച്ചപ്പെടുത്തിയപ്പോൾ BSNL പോലെയുള്ള മറ്റ് കമ്പനികൾക്ക് കാര്യമായ നഷ്ടം നേരിടേണ്ടി വന്നുവെന്നാണ് റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത്. തെരഞ്ഞെടുത്ത സ്ഥലങ്ങളിൽ 5G പരീക്ഷിച്ച് നോക്കിയെങ്കിലും 1.71 ദശലക്ഷം വരിക്കാരുടെ നഷ്ടമാണ് വോഡഫോൺ ഐഡിയയ്ക്ക് ഉണ്ടായത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഭാരതി എയർടെല്ലിന് പിന്നാലെ ജിയോയും സ്റ്റാർലിങ്ക് ഇന്റർനെറ്റിന് സ്പേസ് എക്സുമായി കരാർ ഒപ്പിട്ടു. മുകേഷ് അംബാനിയുടെ നേതൃത്വത്തിലുള്ള ജിയോ പ്ലാറ്റ്ഫോംസ് ലിമിറ്റഡ് ഇക്കാര്യം സ്ഥിരീകരിച്ചു. ജിയോ പ്ലാറ്റ്ഫോംസ് ലിമിറ്റഡ് റീറ്റെയിൽ സ്റ്റോറുകളിലൂടെയും ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെയുമാണ് സ്റ്റാർലിങ്ക് സൊല്യൂഷനുകൾ നൽകുക. ഡാറ്റ ട്രാഫിക്കിൽ ലോകത്തിലെ ഏറ്റവും വലിയ മൊബൈൽ കമ്പനിയാണ് ജിയോ. ജിയോയുടെ സാന്നിധ്യവും ലോ എർത്ത് ഓർബിറ്റ് സാറ്റലൈറ്റ് സാങ്കേതികവിദ്യയിൽ സ്റ്റാർലിങ്കിന്റെ നേതൃത്വവും ഇന്ത്യയിലെ ഏറ്റവും വിദൂര ഗ്രാമപ്രദേശങ്ങളിൽ പോലും ബ്രോഡ്ബാൻഡ് കണക്ടിവിറ്റി നൽകുന്നതിന് ഉപയോഗപ്പെടുത്തും. കൂടാതെ ജിയോയും സ്പേസ് എക്സും അവരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ സംയോജിപ്പിക്കുന്നതിനും ഇന്ത്യയുടെ ഡിജിറ്റൽ വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനും പരസ്പരം സഹകരിക്കും. സ്റ്റാർലിങ്ക് സാറ്റലൈറ്റ് ഇന്റർനെറ്റ് സേവനം ലഭ്യമാക്കാൻ ഇലോൺ മസ്കിന്റെ സ്പേസ് എക്സുമായി കരാർ ഒപ്പിട്ട വിവരം എയർടെൽ ചൊവ്വാഴ്ച ഔദ്യോഗികമായി അറിയിച്ചിരുന്നു. ഇന്ത്യയിലെ ഉപഭോക്താക്കൾക്ക് ഹൈസ്പീഡ് ഇന്റർനെറ്റ് ലഭ്യമാക്കുമെന്നും ഗ്രാമീണ മേഖലയിൽ ഇന്റർനെറ്റ് വിപ്ലവത്തിന് വഴിതെളിയിക്കുന്ന നീക്കമാണിതെന്നും എയർടെൽ അവകാശപ്പെട്ടു. US വെച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും സ്പേസ് എക്സ് CEO ഇലോൺ മസ്കും ചർച്ച നടത്തി ആഴ്ചകൾക്ക് ശേഷമാണ് സ്റ്റാർലിങ്ക് സേവനം ഇന്ത്യയിലേക്ക് എത്തുന്നത്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ഓൺലൈൻ ഗെയിമിംഗിന്റെ പേരിൽ നടത്തുന്ന പുതിയ തരം തട്ടിപ്പിനെതിരെ മുന്നറിയിപ്പുമായി കേരള പോലീസ്. ഗെയിം കളിക്കാൻ വേണ്ടി വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യിപ്പിക്കുകയും ലിങ്ക് അയച്ചു കൊടുക്കുകയും ചെയ്താണ് തട്ടിപ്പ് നടത്തുന്നത്. ഓൺലൈൻ ഗെയിമിംഗിന്റെ പേരിൽ നടത്തുന്ന തട്ടിപ്പുകൾ വ്യാപകമായതോടെയാണ് മുന്നറിയിപ്പുമായി കേരള പോലീസ് രംഗത്തെത്തിയത്. ഫേസ്ബുക്കിലൂടെയാണ് പോലീസ് ഇതു സംബന്ധിച്ച് ജാഗ്രതാ മുന്നറിയിപ്പ് നൽകിയത്. തട്ടിപ്പുകാർ ഗെയിം കളിക്കാൻ വേണ്ടി വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുകയും തുടർന്ന് ഗെയിം സൈറ്റിൽ കയറാൻ ലിങ്ക് അയച്ചു കൊടുക്കുകയും ചെയ്യും. ലിങ്കിൽ കയറുമ്പോൾ ഗിഫ്റ്റ് ബോക്സ് ലഭിക്കുകയും അതിൽ നിന്ന് ഗോൾഡൻ റിംഗ്, ഡയമണ്ട് നെക്ലേസ് തുടങ്ങിയവ ഓഫർ വിലയിൽ ലഭിച്ചുവെന്ന സന്ദേശം അയക്കുകയും ചെയ്യും. തുടർന്ന് പണം കൊടുത്ത ഗിഫ്റ്റ് വാങ്ങിക്കഴിയുമ്പോൾ നല്ലൊരു ലാഭത്തിൽ തന്നെ ആ സൈറ്റിൽ വിൽക്കാൻ തട്ടിപ്പുകാർ സഹായിക്കുകയും ചെയ്യും. തുടർന്ന് കിട്ടിയ ലാഭക്കണക്കുകൾ കാണിച്ചുകൊണ്ട് വലിയ വിലയുള്ള ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ പ്രേരിപ്പിക്കുന്നു. ലക്ഷങ്ങൾ വിലയുള്ള സാധനങ്ങൾ വാങ്ങാൻ പണം നൽകി കഴിയുമ്പോൾ വിൽക്കാൻ ആളെ കിട്ടാതെ വരികയും ചെയ്യുന്നുണ്ട്. പണം തിരിച്ചു കിട്ടാതെയാകുമ്പോഴാണ് പറ്റിക്കപ്പെട്ടു എന്നുള്ള കാര്യം തിരിച്ചറിയുന്നത്. പോയ പണം തിരിച്ചു ചോദിക്കുമ്പോൾ സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി ലക്ഷങ്ങൾ നൽകാൻ ആവശ്യപ്പെടും. ഇത്തരം തട്ടിപ്പുകളിൽ പെടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്നാണ് കേരള പോലീസ് മുന്നറിയിപ്പ് നൽകുന്നത്. ഓൺലൈൻ സാമ്പത്തിക തട്ടിപ്പിന് ഇരയായാൽ 1 മണിക്കൂറിനകം തന്നെ വിവരം 1930 എന്ന നമ്പറിൽ സൈബർ പോലീസിനെ അറിയിക്കണമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകളുടെ പരിശീലനത്തിനായി സ്വന്തമായി ചിപ്പ് നിർമ്മിക്കാൻ മെറ്റ. ചിപ്പ് രംഗത്ത് സ്വയം പര്യാപ്തത നേടാനായി ലോകത്തെ ഏറ്റവും വലിയ സോഷ്യൽ മീഡിയ കമ്പനി പരീക്ഷണം തുടങ്ങിയതായാണ് റിപ്പോർട്ട്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സംവിധാനങ്ങളെ പരിശീലിപ്പിക്കാൻ ആദ്യ ഇൻഹൌസ് ചിപ്പ് തയ്യാറെടുക്കുകയാണ് ഫേസ്ബുക്കിന്റെ മാതൃകമ്പനിയായ മെറ്റ. പരീക്ഷണം വിജയിച്ചാൽ പ്രമുഖ ചിപ്പ് നിർമ്മാതാക്കളായ NVIDIAയ്ക്ക് തിരിച്ചടിയാകും. ഇത്തരം കമ്പനികളിൽ നിന്നാണ് ലോകത്തെ പ്രധാന ടെക് കമ്പനികളെല്ലാം AI വികസനത്തിനായി ചിപ്പുകൾ വാങ്ങുന്നത്. ഈ ആശ്രയത്വം കുറയ്ക്കുക എന്ന ലക്ഷ്യമിട്ടാണ് മെറ്റ സ്വന്തം ചിപ്പിന്റെ നിർമ്മാണം ആരംഭിച്ചിരിക്കുന്നത്. പരീക്ഷണം വിജയകരമായാൽ ഇൻഹൌസ് ചിപ്പുകൾ വ്യാവസായികാടിസ്ഥാനത്തിൽ മെറ്റ വികസിപ്പിക്കും. AI രംഗത്ത് ശതകോടികൾ നിക്ഷേപിക്കുന്ന മെറ്റയ്ക്ക് നിലവിൽ വലിയ തുകയാണ് NVIDIA ചിപ്പുകൾക്കായി മുടക്കേണ്ടി വരുന്നത്. AI അധിഷ്ഠിത പ്രവർത്തനങ്ങൾക്ക് മാത്രമായി പ്രത്യേക രൂപകൽപ്പന ചെയ്യുന്ന ചിപ്പുകളാണ് മെറ്റ തയ്യാറാക്കുന്നത്.
ഇതിനായി ഉപയോഗിക്കുന്ന GPUകളേക്കാൾ ഊർജ്ജ ഈ ചിപ്പിനുണ്ടാകുമെന്ന് കരുതുന്നു. തായ്വാൻ ചിപ്പ് നിർമ്മാതാക്കളായ TSMCയുടെ സഹായം പുതിയ ചിപ്പ് നിർമ്മാണത്തിന് മെറ്റയ്ക്കുണ്ട്. 2026ഓടെ സ്വന്തം ചിപ്പുകളിൽ AI ട്രെയിനിംഗ് നടത്താനാണ് മെറ്റയുടെ ശ്രമം. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അമേരിക്കയിൽ മസ്കിനെതിരായ പ്രതിഷേധങ്ങൾക്ക് പിന്നാലെ ടെസ്ല കാർ പണം കൊടുത്ത് വാങ്ങി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഇലോൺ മസ്കിന്റെ ഇലക്ട്രിക് കാർ കമ്പനിയെ പിന്തുണയ്ക്കാനായാണ് ട്രംപ് നേരിട്ട് രംഗത്തിറങ്ങിയത്. ടെസ്ല സ്റ്റോറുകൾക്ക് മുന്നിൽ പ്രതിഷേധക്കാർ അണിനിരക്കുകയും കാർ കമ്പനിയുടെ ഓഹരികൾ കുത്തനെ ഇടിയുകയും ചെയ്തതിന് പിന്നാലെയാണ് സംഭവം. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസിയുടെ തലപ്പത്തെത്തിയ മസ്ക് നൂറുകണക്കിന് സർക്കാർ ഉദ്യോഗസ്ഥരെ പിരിച്ചുവിടാനുള്ള നടപടിയടക്കം തുടങ്ങിയതിന് പിന്നാലെയാണ് ടെസ്ല കാർ കമ്പനി തിരിച്ചടി നേരിട്ട് തുടങ്ങിയത്. ടെസ്ലയുടെ 5 കാറുകളാണ് വൈറ്റ് ഹൌസിൽ എത്തിച്ചത്. ഇവയെല്ലാം നേരിട്ട് പരിശോധിച്ച ട്രംപ് ചുവപ്പ് നിറമുള്ള മോഡൽ S കാറാണ് സ്വന്തമാക്കിയത്. 80,000 അമേരിക്കൻ ഡോളറിന്റെ ചെക്ക് നൽകിയാണ് കാർ വാങ്ങുന്നതെന്ന് ട്രംപ് പിന്നാലെ പ്രഖ്യാപനം നടത്തി. കാർ വൈറ്റ് ഹൌസിൽ തന്നെ ഉണ്ടാകും. ജീവനക്കാർക്ക് ഇത് ഓടിക്കാമെന്നും ട്രംപ് പറഞ്ഞു. പിന്നാലെ മസ്കിനെയും ടെസ്ലയെയും പുകഴ്ത്താനും അദ്ദേഹം മടിച്ചില്ല. ഗംഭീരമായ ഉൽപ്പന്നമാണിതെന്ന് അദ്ദേഹം പറഞ്ഞു. ജീവിതവും ഊർജവും മുഴുവനും ഇതിനുവേണ്ടി മാറ്റിവെച്ച ഇലോണിനോട് ശരിയായ രീതിയിലല്ല പെരുമാറിയത്. അദ്ദേഹം ആഘോഷിക്കപ്പെടേണ്ട വ്യക്തിയാണെന്നും ട്രംപ് പറഞ്ഞു. പിന്നാലെ ടെസ്ല കാർ ഉൽപ്പാദനം ഇരട്ടിയാക്കുമെന്ന് മസ്ക് പ്രഖ്യാപിക്കുകയുണ്ടായി. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV.